സോ ലോജിക്കൽ അഡ്രസ് എന്താണ്, ഫിസിക്കൽ അഡ്രസ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ലോജിക്കൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ്സിന് വേറൊരു പേരാണ് വിർച്വൽ അഡ്രസ് എന്നും പറയാറുണ്ട്. അതായത് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോഗ്രാം കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഓട്ടോമാറ്റിക്കലി CPU ഒരു അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യും. അത് ആക്ച്വലി ഒറിജിനൽ അഡ്രസ് അല്ല, അതൊരു വിർച്വൽ അഡ്രസ് ആണ്, അല്ലെങ്കിൽ ഒരു റിയൽ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ് അല്ല. അത് എവിടെയാണോ ആ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഡേറ്റ കാണുന്നത് അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം ഏത് ലൊക്കേഷനിലാണോ ആ ഡേറ്റയെ കാണുന്നത് അതിനെയാണ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ആക്ച്വൽ അഡ്രസ് അല്ല, നമ്മുടെ റാം പോലെയുള്ള ഒരു ആക്ച്വൽ ലൊക്കേഷൻ, റാമിലുള്ള ഒരു ആക്ച്വൽ ലൊക്കേഷൻ ഒന്നും അല്ല, പക്ഷെ അതിന്റെ ഒരു ലോജിക്കൽ അതുകൊണ്ടാണ് അതിന്റെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ അഡ്രസ് ഇല്ല. അപ്പം CPU ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന മെമ്മറിയെയാണ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്നത് CPU ആണ്. സോ ഒറിജിനൽ മെമ്മറിയെ ആക്സസ് ചെയ്യുന്നതിന് മുൻപേ ഈ പറയുന്ന ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം ഇതൊരു റിയൽ അഡ്രസ് അല്ല. അപ്പൊ നമ്മൾ റാമിനെ ആക്സസ് ചെയ്യുന്നതിന് മുൻപേ ഇത് ഒറിജിനൽ ആണ്. അപ്പം റൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ റിയൽ മെമ്മറി ആക്സസ് വരുന്ന സമയത്ത് ഈ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. ഇനിയും ഈ ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത് CPU ആണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം അല്ലെങ്കിൽ യൂസർ, അതായത് ഇപ്പൊ ആ പ്രോഗ്രാം എഴുതി റൺ ചെയ്യുന്ന യൂസർ ആയിരിക്കും ഈ ഒരു അഡ്രസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഫിസിക്കൽ മെമ്മറിയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് വിർച്വൽ മെമ്മറിയിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ മെമ്മറിയുടെ ഹാൻഡ്ലിംഗ് ഒക്കെ നടക്കുന്നത്. ഇനി ഇതിന്റെ റിയൽ മെമ്മറി ആക്സസിന് മുൻപേ തന്നെ ഇത് ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഈ കൺവേർഷൻ ചെയ്യുന്ന ആളാണ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 100 ആണ്. അതായത് ആ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ് ആണ്. അപ്പം MMU അഥവാ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഇതിനെ ഒരു ഫിസിക്കൽ അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യണം. സോ ഫിസിക്കൽ അഡ്രസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. സോ ആ ഫോർമുല യൂസ് ചെയ്ത് നമുക്കൊരു ഫിസിക്കൽ അഡ്രസ് കിട്ടും. സോ ആ ഫിസിക്കൽ അഡ്രസ് ആയിരിക്കും റിയൽ റാമിലുള്ള ലൊക്കേഷൻ. ഇപ്പൊ 100 എന്നായിരിക്കത്തില്ല, നമുക്ക് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4100 അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഒരു ബേസ് അഡ്രസ് കാണും, സപ്പോസ് 4000 ആയിരിക്കും. അതേ പ്ലസ് ഈ ലോജിക്കൽ അഡ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നത്. സോ ഫിസിക്കൽ അഡ്രസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഏകദേശം 4100 ആയിരിക്കും. അതിന്റെ അർത്ഥം ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബേസ് അഡ്രസ് പ്ലസ് ലോജിക്കൽ അഡ്രസ് കൂട്ടണം. നമുക്കിപ്പോ ബേസ് അഡ്രസ് 4000 ആണ്. നമ്മളുടെ പ്രോഗ്രാം യൂസ് ചെയ്ത ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ആക്സസ് ചെയ്ത അഡ്രസ് 100 ആണെങ്കിൽ റിയൽ റാമിലുള്ള ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ബേസ് അഡ്രസ് പ്ലസ് ലോജിക്കൽ അഡ്രസ്. അങ്ങനെയാണ് 4100 എന്ന് പറയുന്ന ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നത്. അപ്പൊ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് വിർച്വൽ ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ്. അത് ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് CPU ആണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ലോജിക്കൽ അഡ്രസ്. ഈ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നതാണ് റാമിലുള്ള ദ റിയൽ മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ. അതായത് ആ മെമ്മറി ഹാർഡ്വെയർ യൂസ് ചെയ്യുന്ന അഡ്രസ് ശരിക്കും ഫിസിക്കൽ അഡ്രസ് ആണ്. സോ റിയൽ മെമ്മറി അഡ്രസ്, റാമിലുള്ള റിയൽ മെമ്മറി അഡ്രസ് ആണ് ഫിസിക്കൽ അഡ്രസ്. അത് യൂസ് ചെയ്യുന്നത് മെമ്മറി ഹാർഡ്വെയർ. ആ മെമ്മറി ഹാർഡ്വെയർ എന്ന് പറയുന്ന ആ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് യൂസ് ചെയ്യുന്നത് ശരിക്കും ഫിസിക്കൽ അഡ്രസ് ആണ് ഡേറ്റ എടുക്കാൻ വേണ്ടി. സോ ഇത് പറഞ്ഞതുപോലെ ഇത് വിർച്വൽ മെമ്മറിയിലല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മളുടെ മെയിൻ മെമ്മറിയിലാണ്, അതായത് റാമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമോ യൂസറോ ഒന്നുമല്ല,
ലോജിക്കൽ അഡ്രസ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം അല്ലെങ്കിൽ യൂസർ ആണ്. പക്ഷെ ഈ ഫിസിക്കൽ അഡ്രസ് യൂസ് ചെയ്യുന്നത് മെമ്മറി യൂണിറ്റ് തന്നെയാണ്. അതായത് ഹാർഡ്വെയർ, നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ തന്നെയായിരിക്കും ഫിസിക്കൽ അഡ്രസ് മാനേജ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതും. ഇനിയും ഇതായിരിക്കും നമ്മളുടെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ്, അതായത് ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആണ് ഈ ഫിസിക്കൽ അഡ്രസ്. അതുപോലെ യൂസറിനോ പ്രോഗ്രാമിനോ ഒന്നും തന്നെ ഡയറക്റ്റ് ഈ പറയുന്ന അഡ്രസ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വിസിബിൾ അല്ല, ഡയറക്ട്ലി വിസിബിൾ അല്ല. ഈ പറയുന്ന ഫിസിക്കൽ അഡ്രസ് നമ്മൾ യൂസറോ പ്രോഗ്രാമോ ആർക്കും ഡയറക്ട്ലി വിസിബിൾ ആയിരിക്കത്തില്ല. അത് ശരിക്കും ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വിസിബിൾ ആയിരിക്കുന്ന മെമ്മറി യൂണിറ്റ് ആണ്, അവരാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി വിസിബിൾ ടു ദ യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാം. സോ ഇത് എപ്പോഴാ ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത് CPU ആയിരുന്നു. ഇത് ജനറേറ്റ് ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സിനെ MMU കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇത് ജനറേറ്റ് ആവുന്നത്. മറ്റേത് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം റൺ ആവുമ്പോൾ CPU ആയിരുന്നു ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് ലോജിക്കൽ അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റുമ്പോൾ ആരാണ് മാറ്റുന്നത്? മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. സോ ആ സമയത്തായിരിക്കും ഫിസിക്കൽ അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് ലോജിക്കൽ അഡ്രസ് CPU 100 ആണെങ്കിൽ ബേസ് അഡ്രസ് 4000 ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 4100 ആയിരിക്കും, വിച്ച് ഈസ് ദ ആക്ച്വൽ ലൊക്കേഷൻ ഇൻ RAM. സോ ഇതാണ് ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസം. ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ CPU ആ പ്രോഗ്രാമിനകത്തെ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മെമ്മറിയാണ്. അത് വെർച്വൽ മെമ്മറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒറിജിനൽ റിയൽ മെമ്മറി അല്ലെങ്കിൽ റിയൽ ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്ന ഫിസിക്കൽ അഡ്രസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഫിസിക്കൽ അഡ്രസ് ഇമ്പോർട്ടൻ്റ്? അല്ലെങ്കിൽ ലോജിക്കൽ മെമ്മറിയിൽ നിന്ന് നമ്മൾ അങ്ങ് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ പോരെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഡേറ്റ ആ മെമ്മറിയിൽ എവിടെയാണ് ഡേറ്റയുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ശരിക്കും ഫിസിക്കൽ മെമ്മറിയാണ്. ദ റിയൽ ഡേറ്റയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 100 ആയിരിക്കത്തില്ല. കാരണം നമ്മളുടെ സിസ്റ്റത്തിനകത്തെ മെമ്മറിയുടെ ബേസ് അഡ്രസ് വെച്ചിട്ട് വേണം നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. ആക്ച്വൽ ഡേറ്റ ആക്സസും സ്റ്റോറേജിനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ് ആണ്. സോ മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് അല്ലെങ്കിൽ മെമ്മറി ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സും കൂടെ അറിഞ്ഞാൽ മാത്രമേ, നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിന്റെ ബേസിലാണ് നമ്മൾ ബാക്കി ഈ പറയുന്ന മെമ്മറി ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യേണ്ടി വരുന്നത്. സോ ഫിസിക്കൽ അഡ്രസ് അതുപോലെ ഇമ്പോർട്ടന്റും ആണ്. സോ ഇതാണ് ഒരു ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിന്റെ മെയിൻ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഫിസിക്കൽ അഡ്രസ് ഇസ് ഈക്വൽ ടു ബേസ് അഡ്രസ് പ്ലസ് ലോജിക്കൽ അഡ്രസ്. ബേസ് അഡ്രസ് പ്ലസ് ലോജിക്കൽ അഡ്രസ്, ഇങ്ങനെയാണ് ഇവരെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവരെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് CPU ജനറേറ്റ് ചെയ്യുന്ന മെമ്മറി, അതാണ് വിർച്വൽ മെമ്മറി അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്. അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ്. ഇതിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാറ്റണം. വിച്ച് ഈസ് ദ ആക്ച്വൽ ലൊക്കേഷൻ ഇൻ RAM. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ. അതായത് ഇരിക്കുന്ന ലോജിക്കൽ 100 എന്ന് പറയുന്ന ലോജിക്കൽ അഡ്രസ്സിനെ 4100 എന്ന് പറയുന്ന ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ. So address translation is the process of converting a logical address into physical address. Logical address generate in the CPU ആണ്, physical address ആണ് the actual location in RAM. So ഇതിനെയാണ് address translation എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആയിരിക്കും ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഇനി എന്തിനാണ് നമുക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ? പ്രോഗ്രാംസ് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴും ലോജിക്കൽ അഡ്രസ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം റൺ ചെയ്താൽ അത് ജനറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫിസിക്കൽ അഡ്രസ് ആയിരിക്കത്തില്ല. കാരണം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് ആണ് ലോജിക്കൽ അഡ്രസ്. ഈ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഒരു റിയൽ അഡ്രസ് അല്ല. സോ ഈ റിയൽ അഡ്രസ് നമുക്ക്
അറിയണം. CPU ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനെ നമുക്ക് റിയൽ അഡ്രസ് ആക്കി മാറ്റണം. അപ്പോ എന്ത് വേണം? മെമ്മറി ഹാർഡ്വെയറിന് എന്തേ മനസ്സിലാവത്തുള്ളൂ? ഫിസിക്കൽ അഡ്രസ് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്രസ് ഒന്നും തന്നെ നമ്മളുടെ ഈ പറയുന്ന മെമ്മറി ഹാർഡ്വെയറിന് മനസ്സിലാവില്ല. സോ അതുകൊണ്ട് ഈ കൺവേർഷൻ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ നെസസറി ആണ്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ് ഒരിക്കലും മെമ്മറി ഹാർഡ്വെയറിന് മനസ്സിലാകില്ല. മെമ്മറി ഹാർഡ്വെയറിന് മനസ്സിലാകുന്നത് എപ്പോഴും ഫിസിക്കൽ അഡ്രസ് മാത്രമേ ഉള്ളൂ. സോ കറക്റ്റ് ഡേറ്റയെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കൺവേർഷൻ ആവശ്യമാണ്. ഇനി എങ്ങനെയാണ് ഈ കൺവേർഷൻ ചെയ്യുന്നത്? ആദ്യമേ തന്നെ CPU ആണ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ലോജിക്കൽ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നു. CPU ലോജിക്കൽ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നു. ഈ അഡ്രസ് എങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും? മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിന് അയച്ചു കൊടുക്കും. മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഇതിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റും യൂസിങ് ബേസ് അഡ്രസ്. ബേസ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്ത് ഇതിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റും. എന്നിട്ട് ഇതിപ്പോ ഫിസിക്കൽ അഡ്രസ് എവിടെ ആയിരിക്കുന്നത്? റാമിലാണുള്ളത്. സോ റാമിൽ ഈ ഫിസിക്കൽ അഡ്രസ് വെച്ച് റാമിൽ എവിടാണോ ആ ഡേറ്റ ഇരിക്കുന്നത് ആ ഡേറ്റയെ ആക്സസ് ചെയ്യും. സോ ഇങ്ങനെയാണ് CPU ജനറേറ്റ് ചെയ്ത ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റുന്നത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് നമ്മൾ മുമ്പേ കണ്ടത്. എവിടെ വെച്ച് ട്രാൻസ്ലേഷൻ നടക്കുന്നത്? ഈ MMUന്റെ ട്രാൻസ്ലേഷൻ ഫേസിൽ ലോജിക്കൽ അഡ്രസ്സിനെ ബേസ് അഡ്രസ്സുമായിട്ട് സമ്മപ്പ് ചെയ്ത് ഫിസിക്കൽ അഡ്രസ് കണ്ടുപിടിക്കും. ഇനിയും ഒരു എക്സാമ്പിൾ കൂടെ, അതായത് ഓൾറെഡി കണ്ടതാണ്. ഇപ്പൊ 5000 എന്ന് പറയുന്ന ബേസ് അഡ്രസ് ആണ്. ലോജിക്കൽ അഡ്രസ് 200 ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 5200 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക്കലി 2 or 3 ടൈപ്സ് അഡ്രസ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം അഡ്രസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമുക്ക് അഡ്രസ് ഫിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അഡ്രസ് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ അഡ്രസ് ട്രാൻസ്ലേഷൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേതാണ് കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ്. അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആ ടെക്നിക്കിലാണ് അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻ ടൈമിൽ അഡ്രസ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് അഡ്രസ് കമ്പൈലേഷൻ സമയത്ത് മാറത്തില്ല. അതായത് എക്സിക്യൂഷന്റെ സമയത്ത് ഒന്നും മാറത്തില്ല. അഡ്രസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ലോജിക്കൽ അഡ്രസ് 2000 എന്നാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഫിസിക്കൽ അഡ്രസ്. അപ്പൊ പ്രോഗ്രാമിന്റെ ലൊക്കേഷൻ മാറിയാലോ? പ്രോഗ്രാം ആക്സസ് ചെയ്യുന്ന ഡേറ്റയുടെ ലൊക്കേഷൻ മാറി. 2000 എന്നുള്ളത് 2200 എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും റീകമ്പൈൽ ചെയ്യണം. അപ്പൊ നമുക്ക് മെമ്മറി ലൊക്കേഷൻ നേരത്തെ അറിയാം എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ അഡ്രസ് ബൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്രോഗ്രാം ഒരു കൺസെപ്ഷൻ ഉണ്ട്. പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത് അഡ്രസ് 1000 ആയിരിക്കും എപ്പോഴും. അങ്ങനെയാണെങ്കിൽ കമ്പൈലറിന് ഡയറക്റ്റ്ലി 1000 എന്നുള്ള ഫിസിക്കൽ അഡ്രസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്, മെമ്മറി ലൊക്കേഷൻ ഷുഡ് ബി നോൺ ഇൻ അഡ്വാൻസ്. കാരണം ഇത് ഇടയ്ക്ക് എന്തെങ്കിലും രീതിയിൽ പ്രോഗ്രാമിന്റെ ലൊക്കേഷൻ മാറിയാൽ റീകമ്പൈൽ ചെയ്താൽ മാത്രമേ ആ അഡ്രസ് പിന്നെ മാറത്തുള്ളൂ. കാരണം അഡ്രസ് ഈസ് ഫിക്സ്ഡ് ഡ്യൂറിങ് കമ്പൈലേഷൻ. സോ ഇതാണ് കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ്. അപ്പൊ എക്സിക്യൂഷന്റെ സമയത്ത് ഒരു ചേഞ്ചും തന്നെ ഇല്ല. ഇനി രണ്ടാമത്തേതാണ് ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ്. ലോഡ് ടൈം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന സമയത്ത്, എങ്ങോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത്? മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അഡ്രസ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കമ്പൈലർ ഒരു റീലൊക്കേറ്റബിൾ കോഡ് ജനറേറ്റ് ചെയ്യും. ആ ലോഡർ ആണ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ് ഏതാണെന്നുള്ളത്. അപ്പൊ പ്രോഗ്രാം എവിടെ വേണമെങ്കിലും നമുക്ക് ലോഡ് ചെയ്യാം. പക്ഷെ വൺസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷന്റെ സമയത്ത് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ അത് എങ്ങോട്ടും മാറും.
ആ പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയം നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഇപ്പൊ 2000-ലോ 1000-ലോ 2500-ലോ ഇവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അപ്പം ആ സമയത്ത് എന്താണോ അതനുസരിച്ച് ലോഡർ ഫിസിക്കൽ അഡ്രസ് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ് ഡിസൈഡ് ചെയ്യും. പക്ഷെ അത് പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതാണ് ലോഡ് ടൈം അഡ്രസ് ബൈൻഡിങ് എന്ന് പറയുന്നത്. കമ്പൈൽ ടൈം അഡ്രസ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ ഈസ് ഫിക്സ്ഡ്. ലോഡ് ടൈം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഈസ് അസൈൻ വെൻ ദ പ്രോഗ്രാം ഈസ് ലോഡഡ് ഇൻ ടു മെമ്മറി. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടൈം അഡ്രസ് ബൈൻഡിങ്. ഇതിനെയാണ് റൺ ടൈം ബൈൻഡിങ് എന്ന് വേണേൽ വിളിക്കാം. റൺ ടൈം ബൈൻഡിങ്. അപ്പം അഡ്രസ് ട്രാൻസ്ലേഷൻ എപ്പോഴാ സംഭവിക്കുന്നത്? എക്സിക്യൂഷന്റെ സമയത്താണ് അഡ്രസ് ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത്. മുമ്പത്തെ കേസിൽ ഒന്നും തന്നെ എക്സിക്യൂഷന്റെ സമയത്തല്ല. ഒന്നാമത്തേത് കമ്പൈൽ ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ അഡ്രസ് ഫിക്സ് ചെയ്യും. രണ്ടാമത്തേത് പ്രോഗ്രാം മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ് ഫിക്സ് ചെയ്യും. ഇവിടെ എക്സിക്യൂഷന്റെ സമയത്തായിരിക്കും അഡ്രസ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ എക്സിക്യൂഷന്റെ സമയത്തായതുകൊണ്ട് തന്നെ ആരുടെ ആവശ്യമുണ്ട്? മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റുന്നത്. അപ്പൊ ഇവിടെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഒരിക്കലും വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഫിസിക്കൽ അഡ്രസ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഡൈനാമിക് ആയിട്ട് മാപ്പ് ചെയ്യണം. കാരണം റൺ ചെയ്യുന്ന സമയത്തിന് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. നമ്മളുടെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ തന്നെ ഈ പറഞ്ഞ എക്സിക്യൂഷൻ ടൈം അഡ്രസ് ബൈൻഡിങ് അല്ലെങ്കിൽ റൺ ടൈം അഡ്രസ് ബൈൻഡിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്പൈൽ ടൈം മൂന്നിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ കമ്പൈൽ ടൈമില് ഈ ഫിക്സ്ഡ് ഏർലി നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഡ് ടൈം എന്ന് പറഞ്ഞാൽ ലോഡിങ്ങിന്റെ സമയത്ത് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്തെ ഫിക്സ്ഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആണ്. കാരണം ഏത് സമയത്തും പ്രോഗ്രാമിന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. സോ മോഡേൺ യൂസേജിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് എക്സിക്യൂഷൻ ടൈം അല്ലെങ്കിൽ റൺ ടൈം അഡ്രസ് ട്രാൻസ്ലേഷൻ. സോ ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ഈ ആളാണ് ശരിക്കും അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ലോജിക്കൽ അഡ്രസ് ആൻഡ് ഫിസിക്കൽ അഡ്രസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ലോജിക്കൽ അഡ്രസ് ആരാണ് ജനറേറ്റ് ചെയ്യുന്നത്? CPU ആണ്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റാം അഡ്രസ് ആണ്. MMU ആണ് ഈ പ്രോസസ്സ് പെർഫോം ചെയ്യുന്ന ഹാർഡ്വെയർ യൂണിറ്റ്. പിന്നെ ബേസ് അഡ്രസ് തന്നു, ലോജിക്കൽ അഡ്രസ് തന്നാൽ ഫിസിക്കൽ അഡ്രസ് എന്താണ് എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. സോ ഇനിയും നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ട, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു ഈ സബ്നെറ്റിംഗ്, സബ്നെറ്റ് മാസ്ക്. സോ കഴിഞ്ഞ സെഷനിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മയിലോട്ട് വരണം ആദ്യമേ തന്നെ. ഒന്നും കൂടെ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ സെഷനിലെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റണം. സോ ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സബ്നെറ്റിംഗ് എന്നാണ്. അപ്പൊ എന്താണ് ഈ സബ്നെറ്റിംഗ് എന്ന് നോക്കാം. സബും ഉണ്ട്. അപ്പൊ ഞാൻ പേര് ഓർത്തോണം. നമുക്കിവിടെ സബും വരുന്നുണ്ട്, സൂപ്പറും വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു വലിയ IP നെറ്റ്വർക്ക് ഉണ്ട്. ആ IP നെറ്റ്വർക്കിനെ ചെറിയ 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 സബ്നെറ്റ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് സബ്നെറ്റിംഗ്. സോ ആ പേരിൽ നിന്ന് തന്നെ ഓർക്കുക, സബ്നെറ്റ്സ്. So dividing a large IP network into small subnets. അപ്പൊ ഇവിടെ ഒരാളെ മോഡിഫൈ ചെയ്യുന്നുണ്ട്, സബ്നെറ്റ് മാസ്ക്. അങ്ങനെയാണ് നമ്മൾ സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ബൈ മോഡിഫൈയിങ് സബ്നെറ്റ് മാസ്ക്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ലാർജ് നെറ്റ്വർക്കിനെ ചെറിയ ചെറിയ മാനേജബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് നെറ്റ്വർക്ക്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. സോ ഡിവൈഡ് ചെയ്യുന്നതിന്, മാനേജബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിന് അവർ പെർഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ബൈ ബോറോയിങ് ബിറ്റ്സ് ഫ്രം ദ ഹോസ്റ്റ് പോർഷൻ ഓഫ് ആൻ IP അഡ്രസ്. നമ്മളുടെ നെറ്റ്വർക്കിലെ IP അഡ്രസ്സിന്റെ ഹോസ്റ്റ് പോർഷനിൽ നിന്ന് കുറച്ച് ബിറ്റ്സ്
കടം മേടിക്കും. ബോറോയിങ് എന്ന് പറഞ്ഞാൽ മേടിക്കുക. കടം മേടിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ആരുടെ നിന്നാണ് ബോറോ ചെയ്യുന്നത്? IP അഡ്രസ്സിന്റെ ഹോസ്റ്റ് പോർഷനിൽ നിന്നാണ്. നമുക്കറിയാം IP അഡ്രസ്സിൽ ഹോസ്റ്റ് നമ്പർ ഓഫ് ഹോസ്റ്റും ഉണ്ട്, നമ്പർ ഓഫ് നെറ്റ്വർക്സും ഉണ്ട്. സോ അതിൽ നിന്ന് ഹോസ്റ്റിൽ നിന്നാണ് നമ്മൾ കടം മേടിക്കാൻ പോകുന്നത്. അത് ഓർത്താൽ മതി. നമുക്ക് കിട്ടേണ്ടത് നെറ്റ്വർക്ക് ആണ്, ഹോസ്റ്റ് അല്ല. അപ്പൊ നെറ്റ്വർക്ക്സ് കൂട്ടണമെങ്കിൽ നമുക്ക് ഹോസ്റ്റിൽ നിന്ന് കടം മേടിച്ചാലേ നെറ്റ്വർക്സിനെ കൂട്ടാൻ പറ്റും. അപ്പൊ നെറ്റ്വർക്കിൽ നിന്ന് വീണ്ടും കടം എടുക്കാൻ പറ്റത്തില്ല. സോ ഹോസ്റ്റിൽ നിന്ന് ബിറ്റ്സിനെ ബോറോ ചെയ്തുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്സിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇനി എന്തിനാണ് നമുക്ക് ഒരു കാര്യം പറയാം. സബ്നെറ്റിങ്ങും സൂപ്പർ നെറ്റിങ്ങും എല്ലാം നടക്കുന്ന ലെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. നമ്മളുടെ OSI ലെയറിലെ നെറ്റ്വർക്ക് ലെയറിലാണ് നടക്കുന്നത്. അവിടുത്തെ ഡിവൈസ് എന്ന് പറയുന്നത് റൗട്ടർ ആണ്. സോ ഈ പുള്ളിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും റെസ്പോൺസിബിളും. ഓക്കെ, ഇനിയും എന്തിനാണ് നമുക്ക് സബ്നെറ്റിംഗ്? സബ്നെറ്റിംഗ് ഇല്ലെങ്കിൽ, ഇപ്പൊ ഒരു വലിയ നെറ്റ്വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലാർജ് നെറ്റ്വർക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ സ്ലോ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒന്നാമത്തെ കാര്യം. സബ്നെറ്റിംഗ് ഇല്ലെങ്കിൽ ലാർജ് നെറ്റ്വർക്ക് എല്ലാം തന്നെ സ്ലോ ആവും. രണ്ടാമത്തെ കാര്യമാണ് ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് നടക്കും. കാരണം ഇപ്പോൾ നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുവാണ്. ഇപ്പൊ ഒരു നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് പല പല നെറ്റ്വർക്സിലോട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഒറ്റ നെറ്റ്വർക്ക് നിന്നുകൊണ്ടാണ് ഇത് മൊത്തം അയച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ സമയത്ത് ബ്രോഡ്കാസ്റ്റ് ട്രാഫിക് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയും എന്താണ്? നമുക്ക് ഒരു വലിയ നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സെക്യൂർ ആക്കി വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ട് ആണ്. സോ ആ നെറ്റ്വർക്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. സോ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും സബ്നെറ്റിംഗ് നമുക്ക് സോൾവ് ചെയ്ത് തരും. നെറ്റ്വർക്ക് ട്രാഫിക് കുറയ്ക്കും, പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ പറ്റും, സെക്യൂരിറ്റി കൂട്ടും. കാരണം ഏതെങ്കിലും ഇപ്പം ഒരു നെറ്റ്വർക്ക് മൊത്തം അഫക്റ്റ് ആയാൽ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസും പോകും. പക്ഷെ സബ്നെറ്റ് ആണെങ്കിലോ ഒരു നെറ്റ്വർക്കേ പോയുള്ളൂ, ബാക്കി നെറ്റ്വർക്സുകൾക്ക് ഒന്നും പറ്റത്തില്ല. സോ എൻഹാൻസിങ് സെക്യൂരിറ്റി. അതുപോലെ തന്നെ നമുക്ക് IP അഡ്രസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. സോ ഇതാണ് സബ്നെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സബ്നെറ്റിംഗ് ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നവും സബ്നെറ്റിംഗ് വന്നതോടുകൂടി നമുക്ക് സോൾവ് ആയ പ്രശ്നങ്ങൾ. ഇനി ഞാൻ കോർ കോൺസെപ്റ്റിലോട്ട് വരികയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മയിലോട്ട് കൊണ്ടുവരുവാണ്. നമ്മളുടെ IP അഡ്രസ്സിന് ബേസിക്കലി ഉള്ളത് 2 പാർട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐഡിയും, രണ്ടെന്ന് പറയുന്നത് ഹോസ്റ്റ് ഐഡിയുമാണ്. നെറ്റ്വർക്ക് ID വെച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹോസ്റ്റ് ID വെച്ചിട്ടാണ് ആ നെറ്റ്വർക്കിനകത്തെ ഏത് ഡിവൈസ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 192.168.1.0/24 എന്നാണെങ്കിൽ ഇതിന്റെ അർത്ഥം നെറ്റ്വർക്ക് പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് 24 ബിറ്റ്സ് ആണ്. ഹോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 32 ആണ്. 32 മൈനസ് 24 വിച്ച് ഇസ് ഈക്വൽ ടു 8. റിമൈനിങ് 8 ബിറ്റ്സ് ആണ് ഹോസ്റ്റ് പാർട്ട്. അപ്പൊ നെറ്റ്വർക്ക് ഐഡിയും ഉണ്ട്, ഹോസ്റ്റ് ഐഡിയും ഉണ്ട്. സോ ഇതൊന്ന് ഓർമ്മയിലോട്ട് കൊണ്ടുവരുവാണ്. ഇനി ഞാൻ പറഞ്ഞു നമ്മളുടെ സബ്നെറ്റിങ്ങിനകത്ത് നമ്മൾ ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് രണ്ടെന്നല്ല ബിറ്റ്സ് ബോറോ ചെയ്യണം. എത്ര ആണെന്നുള്ളതില്ല. എന്നിട്ട് അതിനെ നെറ്റ്വർക്ക് ബിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സബ്നെറ്റിംഗ് ചെയ്യുന്നത്. അതായത് ഹോസ്റ്റ് പാർട്ടിൽ നമ്മൾ ഹോസ്റ്റ് എത്ര ബിറ്റ്സ് ആണ്, ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടപോലെ 8 ബിറ്റ്സ് ആണെങ്കിൽ ആ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ ബിറ്റ്സ് ബോറോ ചെയ്തിട്ടാണ് നമ്മൾ സബ്നെറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രിയേറ്റ് ആവും? സബ് നെറ്റ്വർക്സിന്റെ എണ്ണം കൂടും. കാരണം ഹോസ്റ്റ് ഇപ്പോൾ 8 ബിറ്റ് ആയിരുന്നു, നമ്മൾ അവിടുന്ന് 2 ബിറ്റ് മാറ്റി. അപ്പൊ നെറ്റ്വർക്ക് ബിറ്റ്സ് എത്ര ആയി? 24 ആയിരുന്നു, അത് 26 ആയി. കാരണം അവിടുന്ന് 2 ബിറ്റ്സ് നമ്മൾ മേടിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ടോട്ടൽ 26 ബിറ്റ്സ് ആയി നെറ്റ്വർക്ക് പാർട്ട് തന്നെ.
അപ്പോ മോർ സബ് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹോസ്റ്റ്, ഒരു സബ്നെറ്റിനകത്തെ ഹോസ്റ്റിന്റെ എണ്ണം കുറയുകയും ചെയ്യും. ഫ്യൂവർ ഹോസ്റ്റ് ആയിരിക്കും പെർ സബ്നെറ്റ് വരിക. ഒന്നുകൂടെ പറയാം, നമുക്ക് ഉള്ള IP അഡ്രസ്സിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നെറ്റ്വർക്ക് ഐഡിയും ഒന്ന് ഹോസ്റ്റ് ഐഡിയും. സോ നമ്മൾ സബ്നെറ്റിംഗിൽ ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിൽ നിന്ന് ബിറ്റ്സിനെ ബോറോ ചെയ്തുകൊണ്ടാണ് നെറ്റ്വർക്ക് ബിറ്റ്സിലോട്ട് മാറ്റാൻ പോകുന്നത്. സോ ആ കേസിൽ നമുക്കിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ കേസിലാണെങ്കിൽ, അതായത് 192.168.1.0/24 ഇങ്ങനാണെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക് ബിറ്റ്സ് എന്ന് പറയുന്നത് 24ഉം ഹോസ്റ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് 8ഉമാണ്. അപ്പൊ ഇത് നമ്മൾ സബ്നെറ്റിംഗ് ചെയ്യാൻ പോകുമ്പോൾ ഹോസ്റ്റ് ബിറ്റ്സിൽ നിന്ന് ബിറ്റ്സിനെ ബോറോ ചെയ്യും. സപ്പോസ് ഞാൻ 2 ബിറ്റ്സ് ബോറോ ചെയ്യുവാണ്. അപ്പൊ നെറ്റ്വർക്ക് ബിറ്റ്സിലോട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ 2 ബിറ്റ്സ് മൈനസ് ചെയ്താൽ ഹോസ്റ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് 2 മൈനസ് ചെയ്യുമ്പോൾ 6 ആകും. നെറ്റ്വർക്ക് ബിറ്റ്സ് എന്ന് പറയുന്നത് 24 എന്നുള്ളത് 26 ആകും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സബ് നെറ്റ്വർക്സിന്റെ എണ്ണം കൂടും, ഒരു സബ്നെറ്റിനകത്തുള്ള ഹോസ്റ്റിന്റെ എണ്ണം കുറയും. സ്വാഭാവികമായിട്ട് ഹോസ്റ്റ് ബിറ്റ്സ് കുറയുന്നു, നെറ്റ്വർക്ക് ബിറ്റ്സ് കൂടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സബ്നെറ്റിംഗിൽ നടക്കുന്നത്. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സബ്നെറ്റ് മാസ്ക് എന്നാണ്. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സ് നെറ്റ്വർക്കിനും എത്ര ബിറ്റ്സ് ഹോസ്റ്റിനും ഉണ്ട് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ഫോർമാറ്റ് ആണ് ഈ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. കാരണം സബ്നെറ്റ് മാസ്ക് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എത്ര ബിറ്റ്സ് ഹോസ്റ്റിനും എത്ര ബിറ്റ്സ് നെറ്റ്വർക്കിനും ഉണ്ട് എന്നുള്ളത്. ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എന്തോ ഒരു സൗണ്ട് ഞാൻ കേട്ടു, പക്ഷെ വോയിസ് ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോ സബ്നെറ്റ് മാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ 255.255.255.0 ഇങ്ങനാണെങ്കിൽ 255 എന്ന് പറഞ്ഞാൽ 1 എഴുതുന്നതാണ്. 1 2 3 4 5 6 7 8 ഡോട്ട് 1 2 3 4 5 6 7 8 ഡോട്ട് 1 2 3 4 5 6 7 8 ഡോട്ട് 1 2 3 4 5 6 7 8. അപ്പം എത്ര വൺസ് ഉണ്ടോ അതിനെ നെറ്റ്വർക്ക് ബിറ്റ്സും എത്ര സീറോസ് ഉണ്ടോ അതിനെ ഹോസ്റ്റും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എത്ര വൺസ് ഉണ്ട്? 8 16 24. അപ്പൊ വൺസ് എന്ന് പറയുന്നത് 24, സീറോസ് എന്ന് പറയുന്നത് 8. സോ ഇതാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്, എത്ര വൺസ് ഉണ്ടോ അത് നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ 24 നെറ്റ്വർക്ക്. ഹോസ്റ്റ് എന്ന് പറയുന്നത് എത്ര സീറോസ് ഉണ്ടോ അതായിരിക്കും. ഇനിയും അതിന്റെ ഒരു ചാർട്ടാണ്. ഇപ്പൊ ഇത് കണ്ടോ, CIDR എന്ന് പറഞ്ഞാൽ അതും വരുന്നുണ്ട് നമുക്ക് മുന്നോട്ട്. അന്നേരം ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. CIDR എന്ന് പറഞ്ഞാൽ എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിനാണ്. അപ്പൊ 24 എന്ന് പറഞ്ഞാൽ 24 നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്. 25 എന്ന് പറഞ്ഞാൽ 25 നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്. 26 എന്ന് പറഞ്ഞാൽ 26 നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ എക്സാമ്പിൾ കാണിച്ചു. ഇപ്പൊ ഇതാണെങ്കിലോ ഇവിടെ മുഴുവൻ 1 ഡോട്ട് ഇവിടെ മൊത്തം 1 ഡോട്ട് ഇവിടെ മൊത്തം 1. അപ്പൊ ടോട്ടൽ എത്ര 1 ആയി? 24 ആയി. പക്ഷേ CIDR പറഞ്ഞോണ്ട് 25 ഉണ്ട്. അപ്പൊ 128 എന്ന് പറഞ്ഞാൽ ഒരു 1 ആയിരിക്കും പിന്നീട് വരുന്നത്. ഇനി 26 എന്ന് പറഞ്ഞാൽ എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് വരണം? 26 നെറ്റ്വർക്ക് ബിറ്റ്സ് വരണം. അപ്പൊ ഇവിടെ മൊത്തം 1, അപ്പൊ ഇവിടെ 2 1 വരണം. സോ CIDR എന്ന് പറഞ്ഞാൽ
എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് CIDR എന്ന് പറയുന്നത്. അപ്പൊ സബ്നെറ്റ് മാസ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ടെന്ന്. അത് സ്ലാഷ് ഇട്ട് കാണിക്കുന്നതിനെയാണ് CIDR എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. അതായത് /25 എന്ന് പറഞ്ഞാൽ 128 ആണ് എന്ന് ഓർമ്മ വരണം. /26 192 ആണ്. /27 224 ആണ്. /28 240. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് രണ്ട് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും ഇത് ഇതൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ /26 എന്നാണെങ്കിൽ 26 ബിറ്റ്സ് നെറ്റ്വർക്കും ബാക്കി എത്ര ഹോസ്റ്റ് ഉണ്ട് 32ന്റെ ബാക്കി 26 ഓൾറെഡി നെറ്റ്വർക്കിന് പോയി ബാക്കി 6 ബിറ്റ്സ് ആണ് ഹോസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ചാറ്റിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഒന്നും കൂടെ പറയാം. ക്ലിയർ ആണെങ്കിൽ മൂവ് ഓൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. ആർക്കെങ്കിലും ഒന്നും കൂടെ പറയണമെന്നുണ്ടോ? ഓക്കെ. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സബ്നെറ്റ് മാസ്ക് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്, എത്ര ഹോസ്റ്റ് ബിറ്റ്സ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ഈ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അതായത് സബ്നെറ്റ് മാസ്ക് നമ്മളോട് പറയും IP അഡ്രസ്സിന്റെ ഏതൊക്കെ ഭാഗമാണ് നെറ്റ്വർക്ക്, ഏതൊക്കെ ഭാഗമാണ് ഹോസ്റ്റ്. അപ്പൊ അത് ചെയ്യുന്നത് IP-യെ ഡിവൈഡ് ചെയ്യും, നെറ്റ്വർക്ക് ബിറ്റ്സ് ഹോസ്റ്റ് ബിറ്റ്സും ആക്കി ഡിവൈഡ് ചെയ്യും. അപ്പം ഓൾവേസ് നെറ്റ്വർക്ക് ബിറ്റ്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എല്ലാ 1സും നെറ്റ്വർക്ക് ബിറ്റ്സും എല്ലാ 0സും ഹോസ്റ്റ് ബിറ്റ്സും ആയിരിക്കും. 255 അത് വിടാം, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സപ്പോസ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കാം. 255.255.254. സോ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം, എത്ര നെറ്റ്വർക്ക് ബിറ്റ്സ് ഉണ്ട്, എത്ര ഹോസ്റ്റ് ബിറ്റ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോ 255 എന്ന് പറഞ്ഞാൽ 8 തവണ 1 എഴുതുന്നതാണ്. ഇതും 8 തവണ 1 എഴുതുന്നതാണ്. ഇതും 8 തവണ 1 എഴുതുന്നതാണ്. ഇനി 224 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടൽ 8 ബിറ്റ്സ് ആണ്. അതിനകത്ത് 3 1 5 zeros. 3 2 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതാണ് ഇതിന്റെ ബൈനറി ഫോം. ലാസ്റ്റ് ഒക്ടറ്റിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 224നെ ബൈനറി ആക്കി മാറ്റി. ഇനിയും ഇതിനകത്ത് എത്ര വൺസ് ഉണ്ട്? 8 വൺസ്. ഇതിനകത്തും 8, ഇതിനകത്തും 8. ഇതിനകത്ത് എത്ര? 3. അപ്പൊ ഇത്രയും ഭാഗമാണ് നെറ്റ്വർക്ക്, ഇത്രയും ഭാഗമാണ് ഹോസ്റ്റ്. ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ 8 16 24 24 3 27. 27 നെറ്റ്വർക്കും 27 നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ബാക്കി എത്രയാണ്? 5 എണ്ണം ഹോസ്റ്റ്. സോ ഒരു സബ്നെറ്റ് മാസ്കിനകത്ത് എത്ര ബിറ്റ്സ് നെറ്റ്വർക്ക് ഉണ്ട്, എത്ര ബിറ്റ്സ് ഹോസ്റ്റ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ശരിക്കും സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 24, 25, 26, 27, 28 ഒക്കെ മാൻഡേറ്ററി ആയിട്ട് അതിന്റെ ബൈനറി എത്ര ആണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഒന്നുകിൽ ഓർഡറിൽ അറിഞ്ഞാൽ മതി. 24 എന്ന് പറയുന്നത് 0 ആണ്, 25 128 ആണ്, 26 192 ആണ്. 192. ഇനിയും 27 ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. 27 എന്ന് പറയുന്നത് 224 ആണ്. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. ഇനിയും 28 എന്ന് പറയുന്നത്
240 ഇതിന്റെയൊക്കെ പുറകിൽ 255 ഉണ്ട്. 255.255.255. ലാസ്റ്റ് ഒക്ടറ്റ് ആണ് നോക്കേണ്ടത്. ലാസ്റ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്ന പോർഷൻ. അപ്പൊ എത്ര ബിറ്റ്സ് നെറ്റ്വർക്ക് ഉണ്ട്? വൺസ് വരുന്നതെല്ലാം നെറ്റ്വർക്കും സീറോസ് വരുന്നതെല്ലാം ഹോസ്റ്റുമാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സബ്നെറ്റ് മാസ്കിൽ നിന്ന് ഹോസ്റ്റിനെയും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിറ്റ്സ്, ഹോസ്റ്റിനെ അല്ല നമ്പർ ഓഫ് ഹോസ്റ്റ് ബിറ്റ്സിനെയും നമ്പർ ഓഫ് നെറ്റ്വർക്ക് ബിറ്റ്സിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ /24 ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പൊ എളുപ്പമായി. CIDR തന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയി, കാരണം ഓട്ടോമാറ്റിക്കലി മനസ്സിലായി 24 ബിറ്റ്സ് നെറ്റ്വർക്ക് ഉണ്ട്, ബാക്കി 32 നിന്ന് മൈനസ് ചെയ്താൽ മതി. 32 നിന്ന് 24 പോയാൽ ബാക്കി 8. അതുപോലെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാൻ വേറൊന്നുമില്ല, കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി 1 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.